പ്രശസ്ത ബംഗാളി സാഹിത്യകാരനായിട്ടുള്ള ബിമൽ മിത്രയുടെ ഒരു കഥയുണ്ട്. എന്തും നോവലാണ്, എന്തും വിലയ്ക്ക് വാങ്ങും. അതിനകത്തൊരു മുഖ്യ കഥാപാത്രം ദീപാങ്കുരൻ എന്ന് പറയുന്ന ഒരു അനാഥ ബാലനാണ്. ഈ അനാഥ ബാലൻ അനാഥത്വത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ബാല്യത്തിലെ അരിഷ്ടതകളും ഒക്കെ കടന്ന് പഠിച്ച് വലുതായി വലിയ വലിയ ഉദ്യോഗങ്ങളൊക്കെ ലഭിച്ച് അവസാനം അദ്ദേഹം റെയിൽവേയുടെ ഏറ്റവും ഉന്നതമായ പദവിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ജോലി രാജിവെച്ചിട്ട് അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറുടെ, അധ്യാപകൻ്റെ, ഒരു ഗുരുവിൻ്റെ ജോലി സ്വീകരിച്ച് ആദ്യത്തെ ദിവസം ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: കുട്ടികളെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തായിത്തീരണം? സ്വാഭാവികമായിട്ടും കുട്ടികൾ അവരുടേതായ രീതിയിൽ അവരുടെ അംബിഷൻസ്, ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. ചിലർക്ക് മന്ത്രിയാവണം, ചിലർക്ക് ജഡ്ജാവണം, ചിലർക്ക് വക്കീലാവണം, ചിലർക്ക് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, ബിസിനസ്സുകാരനാവണം, വലിയ കൃഷിക്കാരനാവണം, വലിയ സോഷ്യൽ വർക്കറാവണം. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള അംബിഷൻസ് ആ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞു. ദീപാങ്കുരൻ മാസ്റ്റർ കുട്ടികളോട് പറഞ്ഞു, ജീവിതത്തിൽ നിങ്ങൾ ഈ അംബിഷൻസിലൊക്കെ നിങ്ങൾ തുടരണം, അതൊക്കെ നിങ്ങൾ ആയിക്കോളൂ. പക്ഷേ നിങ്ങൾ ആദ്യമേ ഒരു മനുഷ്യനാവും. ആദ്യമേ നിങ്ങളൊരു മനുഷ്യനായി തീർന്നിട്ടേ നിങ്ങൾ ഈ പറയുന്ന അംബിഷൻസിലൊക്കെ എത്തിച്ചേരാവുള്ളൂ. കാരണം നിങ്ങൾ ഒരു മനുഷ്യനാവാതെ നിങ്ങൾ എഞ്ചിനീയർ ആയാലും ഡോക്ടറായാലും ജഡ്ജി ആയാലും വക്കീലായാലും മന്ത്രി ആയാലും രാഷ്ട്രീയക്കാരനായാലും മതനേതാവായാലും ആര് തന്നെ ആയാലും അതൊന്നും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, ദൈവം നിങ്ങളെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിന് നിർവഹണത്തിന് ഉപകരിക്കുകയില്ല. നേരെ മറിച്ച് നിങ്ങളിൽ ആ അടിസ്ഥാനപരമായ ആ മനുഷ്യത്വമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മനുഷ്യനായ ജഡ്ജിയായിരിക്കും, ഒരു മനുഷ്യനായ വക്കീലായിരിക്കും, മനുഷ്യനായ മന്ത്രിയായിരിക്കും, മനുഷ്യനായ നേതാവായിരിക്കും, മനുഷ്യനായ മതനേതാവായിരിക്കും, മനുഷ്യനായ രാഷ്ട്രീയക്കാരനായിരിക്കും, മനുഷ്യനായ ഡോക്ടറായിരിക്കും, മനുഷ്യനായ ഉദ്യോഗസ്ഥനായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പല ഉന്നതരെയും കണ്ടുമുട്ടുമ്പോൾ അവരിൽ നിന്ന് നമ്മുടെ മനസ്സിലറിയാതെ വരുന്ന ചോദ്യമാണ് എന്തൊരു മനുഷ്യൻ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ മാന്യത അല്ലെങ്കിൽ മാന്യതയുള്ളൊരു മനുഷ്യത്വം നമ്മൾ അവരിൽ കാണുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വരുന്നൊരു ആത്മകഥമാണ് ഇതെന്തൊരു മനുഷ്യൻ. അപ്പോൾ മനുഷ്യനിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന ചില അടിസ്ഥാന നന്മകളുണ്ട്. അത് ദയയാണ്, ഒരു കരുണയാണ്, ഒരു അപ്പതി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വേദന കാണുമ്പോൾ ആ വേദനയോട് തോന്നുന്ന ഒരു മനോഭാവമുണ്ട് മനുഷ്യൻ വേദനിക്കുന്നത് കാണുമ്പോൾ. അതുപോലെ മറ്റു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കാണുമ്പോൾ അതിനോടുണ്ടാകുന്നൊരു മനോഭാവമുണ്ട്. അതിനെയാണ് നമ്മൾ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത്. മൃഗങ്ങൾക്ക് അതൊരു പക്ഷേ സ്വാഭാവികമായിട്ട് ആ പ്രവണതയില്ല. അവയ്ക്ക് അവയുടെ കാര്യങ്ങൾ നടക്കണം എന്നതിനപ്പുറത്തേക്ക് വേറെ യാതൊരു ചിന്തയുമില്ല. ആ സെൻസ് അവർക്കില്ല. അവർക്ക് ഒന്നിട്ടായാലും തിന്നും, കാരണം അവർക്ക് അവരുടെ വിശപ്പടക്കണം. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒന്നും അവരെ സംബന്ധിച്ച് ചിന്തിക്കാനോ ഉള്ള ഒരു കഴിവുകളൊന്നും അവർക്ക് കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് മൃഗം എന്ന് പലപ്പോഴും ചില മനുഷ്യരെ വിളിക്കുന്നത്. കാരണം അത്രയ്ക്ക് അവരുടെ വേദന കണ്ടിട്ട് സുഖിക്കുന്ന, അല്ലെങ്കിൽ വേദനയിലും സുഖിക്കുന്ന, അല്ലെങ്കിൽ വേദന കണ്ടിട്ട് ഒരു മനസ്സലിവില്ലാത്ത, ഒരു ആർദ്രതയില്ലാത്ത ചില മനുഷ്യരെ കാണുമ്പോൾ, അവനവൻ്റെ കാര്യം മാത്രം നടക്കണം എന്നുള്ള ആ ഒരു ക്രൂരത കാണുമ്പോൾ നമ്മൾ അവരെ മൃഗങ്ങളെന്ന് വിളിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളിൽ ഉള്ള മൃഗത്തെ മനുഷ്യനാക്കി തീർക്കുന്ന ആ പ്രക്രിയയിലൂടെ കടന്നു പോകാം. അത് ദൈവം മനുഷ്യനെ മെരുക്കിയെടുക്കുന്നതാണ്, മനുഷ്യൻ്റെ മൃഗത്തെ മെരുക്കിയെടുക്കും എന്നാണ് എൻ്റെ അനുഭവം, എൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഒരു മനുഷ്യത്വമുള്ള നല്ല മനുഷ്യരായി തീരാം. നമ്മളുള്ള മൃഗത്തെ നമുക്ക് പുറന്തള്ളിയിട്ട് നമ്മളുള്ള നല്ല മനുഷ്യനെ നമുക്ക് കണ്ടെത്താനും ആ മനുഷ്യത്വം നമ്മൾ ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.